അമേരിക്കയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണ് 8 ജീവനക്കാരും കൊല്ലപ്പെട്ടു. അതിൽ പൈലറ്റ്, കോ പൈലറ്റ്, സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന ഉദ്യോഗസ്ഥരടക്കം 8 പേരാണുണ്ടായിരുന്നത്. 8 പേരും കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ഒരു വിമാനം തകർന്ന് വീണിരിക്കുന്നു എന്നൊരു സംഭവം പുറത്തു വരുന്നത്. ആണവ ബോംബ് വാഹക തന്ത്രപ്രധാന ബോംബർ വിമാനമാണ് തകർന്നു വീണത് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് അതിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ കരിഞ്ഞ ഭൂമിയും പുകച്ചുരുളുകളും മാത്രമാണ് കാണാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ്. കപ്പൽ ചാലുകളും ആകാശ നിരീക്ഷണവും നടത്തുന്ന സൈനിക വിഭാഗം പറയുന്നത് ആരും ബാക്കിയായിട്ടില്ല, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദുരന്ത ദിനമാണ് ഇന്ന് എന്നാണ്. ഇന്നലെ നടന്ന സംഭവമാണ് ഇത്. 5 ജീവനക്കാർ സാധാരണയായി ഉണ്ടാകാറുള്ള ഈ വിമാനത്തിൽ 8 പേർ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചും ഉത്തരമില്ല. ആ വിവരങ്ങളൊക്കെ വലിയ രീതിയിൽ അന്വേഷിക്കുകയാണ്. ആയുധങ്ങൾ ഉണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചുള്ള വിവരത്തിന് അതേക്കുറിച്ച് കൃത്യമായ വിവരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. കത്തിക്കരിഞ്ഞു പോയിരിക്കുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ടെസ്റ്റ് നടത്തിയിട്ട് ബയോ ടെസ്റ്റ് നടത്തിയിട്ട് കണ്ടെത്തേണ്ട കാര്യമാണ് എന്നാണ് അതിന് മറുപടിയായിട്ട് കിട്ടിയത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം യുദ്ധത്തിലും അതിനുശേഷമുള്ള ഇറാൻ യുദ്ധത്തിലും ഈ വിമാനം വലിയ പങ്ക് വഹിച്ചു. അഥവാ അമേരിക്കയുടെ ഇറാൻ്റെ ആണവ റിയാക്ടറിന് നേരെ ബോംബിടാൻ വേണ്ടി പറന്ന വിമാനം ഇതാണ് എന്നാണ് അനുമാനം. കനത്ത സുരക്ഷയുള്ളതാണ് ഈ വിമാനം. എഡ്വാർഡ് എയർഫോഴ്സ് ബേസിൽ നിന്ന് സാധാരണ നിരീക്ഷണ പറക്കലിന് വേണ്ടി പറന്നു ഉയർന്ന ഉടനെ തന്നെ തകർന്ന് വീണ് പൊട്ടിത്തെറിച്ച് തീപിടിച്ചു. ഒരു ഭാഗം പോലും ബാക്കിയാവാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലുള്ള റിപ്പോർട്ടാണ് പിന്നീട് പുറത്തുവന്നത്. ആ ഭാഗത്തേക്ക് സുരക്ഷാ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഫയർഫോഴ്സിനോ മറ്റോ അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തീയും പുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. പലതരത്തിലും വളഞ്ഞുകൊണ്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തീ അണക്കാനൊക്കെ ശ്രമം അവസാന ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും ഫലം കണ്ടിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ ഇറാൻ ഉണ്ടോ എന്ന ഒരു ചോദ്യവും ഇപ്പോൾ പടിഞ്ഞാറൻ മീഡിയകൾ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്താനോ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ എങ്ങനെ സാധിച്ചു എന്നതെല്ലാം ഒരു അജ്ഞാതമായിരിക്കുന്ന ഒരു സംഭവമാണ്. നടന്നിരിക്കുന്ന അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, ലോക ഫുട്ബോൾ മത്സരം നടക്കുകയാണ് അമേരിക്കയിൽ. ആ അമേരിക്കയിൽ ഫുട്ബോൾ മത്സരം നടക്കുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തുനിന്ന് വല്ലാതൊന്നും ദൂരെ ഇല്ലാതെയാണ് ഈ ദുരന്തമുണ്ടായത് എന്നൊരു പ്രത്യേകത ഉണ്ട്. 2-3 സംശയങ്ങൾ അവിടെ പുറത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ 8 ജീവനക്കാരാണ് ഇതിൽ പോകാറുള്ളത്. ഇപ്പോൾ ആ സ്ഥാനത്ത് 5 ജീവനക്കാരാണ് സാധാരണ പോകാറുള്ളത്. പകരം ഇപ്പോൾ ആ സ്ഥാനത്ത് 8 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേര് അധികം പറന്നത് അങ്ങനെ ഒരു നിരീക്ഷണ കാര്യങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലൂടെ കടന്നുകൂടിയതാണോ ഏതാണ് എന്നുള്ളത് ആകെ ഒരു കൺഫ്യൂഷനായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എവിടെ? അമേരിക്കയിൽ ഇറാൻ്റെ ഫുട്ബോൾ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ തടയുന്നു. പിന്നീട് അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. അവർ രാജ്യത്ത് തുടരാൻ പാടില്ല എന്ന് പറയുന്നു. കളിക്കാൻ വേണ്ടി വന്ന് കളി കഴിഞ്ഞാൽ അപ്പം തന്നെ രാജ്യം വിട്ടു പോകണമെന്ന് പറയുന്ന അടുത്ത കളിക്ക് വീണ്ടും ഇങ്ങോട്ട് വരികയാണ് വേണ്ടത്. ഈ തരത്തിലാണ് ഇറാനോടുള്ള അമേരിക്കയുടെ പെരുമാറ്റ കാര്യങ്ങളൊക്കെ ഉള്ളത്. മാത്രമല്ല 12-ലധികം ആളുകൾക്ക് വിസ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക. അതിന് എന്തൊക്കെയോ കാരണങ്ങൾ പറയുന്നുണ്ട്. ഉചിതമായിരിക്കുന്ന ഒരു കാരണവും പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു പരാതി ഇറാൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ തരത്തിലാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം സാഹചര്യങ്ങളും പോകുന്നത്. അപ്പോൾ ഇവിടെ മത്സരം നടക്കുന്നതിന് വല്ലാതെ കിലോമീറ്റർ ദൂരത്താണ് ഈ പറയപ്പെട്ട എഡ്വാർഡ് എയർഫോഴ്സിൻ്റെ ബേസ് പ്രവർത്തിക്കുന്നത്. ഈ മേഖലയിൽ നിന്നാണ് ഈ ദുരന്ത അപകടങ്ങളൊക്കെ പുറത്തു വന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അവർക്ക് നല്ല കാലമല്ല. ഭീമൻ വിമാനങ്ങളൊക്കെ അവരുടെ ദേശത്ത് തന്നെ തകർന്നു വീഴുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. ചാരന്മാർ വലിയ രീതിയിൽ ഇറാൻ്റെ ചാരന്മാർ അമേരിക്കയിൽ ഉണ്ട് എന്ന് പ്രാദേശിക റിപ്പോർട്ടൊക്കെ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഏത് ഭാഗത്താണ് എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ 2 തരം പൗരന്മാരായിട്ടാണ് ഇറാനിലുള്ളവരെ അല്ലെങ്കിൽ ഇറാനികളെ അമേരിക്ക കാണുന്നത്. അതിലൊന്ന്
പഹ്ലവി രാജവംശ വിഭാഗങ്ങൾ അവിടെയാണ് ഉള്ളത്. ബ്രിട്ടനിലും അമേരിക്കയിലുമായിട്ടാണ് കടന്നുകൂടുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അടക്കി ഭരിച്ച വിഭാഗമാണ് അല്ലെങ്കിൽ രാജവംശമാണ് പഹ്ലവി രാജവംശം എന്ന് പറയുന്നത്. വിപ്ലവത്തോട് കൂടിയിട്ട് അവർ രാജ്യം വിട്ട് ഓടിപ്പോവുകയാണ്. ബ്രിട്ടനാണ് അഭയം നൽകിയത്. പിന്നീട് അമേരിക്കയും ബ്രിട്ടനുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. അവർക്ക് അനുഭാവം പ്രകടിപ്പിക്കുന്ന വിഭാഗങ്ങൾ അവിടെയുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കാറുമുണ്ട്. ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഫുട്ബോൾ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നിരിക്കുന്ന പ്രതിഷേധങ്ങൾ, അതായത് ഇറാൻ്റെ കളിക്കാരുമായിട്ട് ഹോട്ടലിൽ നിന്ന് ഫിഫയുടെ ബസ് ആ ഭാഗത്തേക്ക് വന്നപ്പോൾ പ്രതിഷേധവുമായിട്ട് വന്നവരുടെ കൂട്ടത്തിൽ ഇറാൻ്റെ പതാക പിടിച്ചവരുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് നോക്കുന്ന സമയത്ത് പുറത്തുനിന്ന് നോക്കുമ്പോൾ യഥാർത്ഥ ഒറിജിനലായിരിക്കുന്ന ഇറാൻ്റെ പതാക. പക്ഷെ അത് നിരീക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നറിയോ, പഹ്ലവി രാജവംശം ഉണ്ടായിരുന്ന കാലത്ത് അവർ ഉപയോഗിച്ച പതാകയാണത്. അതിൻ്റെ അകത്ത് ഒരു സിംഹം കൈ ഉയർത്തിയിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് കാര്യമായിട്ടുള്ളത്. ബാക്കിയുള്ള കളർ ചിത്രത്തിനൊന്നും പുറത്തു നോക്കുന്ന സമയത്ത് അതിൻ്റെ ചുവപ്പ്, പച്ച, വെള്ള അതിന് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള എംബ്ലത്തിന് മാറ്റമുണ്ട്. അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് മാത്രമേ വാള് പിടിച്ച് നിൽക്കുന്ന എങ്ങനെയാണ് ഒരു സിംഹം മധ്യത്തിലുള്ളത്. അപ്പോൾ ഈ പതാക പിടിച്ചവരും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പതാക പിടിച്ചവരും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പതാക പിടിച്ചവരും ആ കൂട്ടത്തിലുണ്ട്. ഒരു വടിയിൽ തന്നെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പതാക പിടിച്ചുകൊണ്ട് പ്രതിഷേധിച്ചവരുണ്ട്. അതായത് ഈ ബസ്, ഇറാൻ്റെ കളിക്കാരുമായിട്ടുള്ള ബസ് ഫുട്ബോൾ സ്റ്റേഡിയത്തിനോട് ചേർന്ന് കൊണ്ട് അവർ ഇറങ്ങുന്ന സമയത്താണ് വലിയ രീതിയിലുള്ള പ്രതിഷേധ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പോലീസ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. അപ്പോൾ അവിടെ ഇറാൻ എതിർക്കുന്നോ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അത് ഇറാനല്ല. ഇറാൻ അങ്ങനത്തെ ഒരു പതാകയില്ല. ഇറാനിൽ അവർ പറയുന്ന പോലെ ഒരു രാജ്യമില്ല. അത് അട്ടിമറിയപ്പെട്ടു. ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലല്ല പാലസ്തീനാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അംഗീകരിക്കുമോ? അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണ്? 1948 ഞങ്ങളുടെ രാജ്യം സ്വതന്ത്രമായി. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ എന്തുണ്ട്? കറൻസി ഉണ്ട്, അതേപോലെ തന്നെ സംവിധാനങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്, ഭരണകൂടമുണ്ട്, സൈനികരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും. അത് പലസ്തീനതാണ് എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കി തരുന്നില്ല. ആ കാലം കഴിഞ്ഞു. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ നിന്ന് വന്നിരിക്കുന്ന ഫുട്ബോൾ മത്സരത്തെ എതിർക്കുന്നത് വലിയ രീതിയിലുള്ള വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അനുഭാവികൾ ഒരുപാടും എതിർക്കുന്നവർ ന്യൂനപക്ഷവുമായിട്ട് ചുരുങ്ങിപ്പോയി എന്ന് ചുരുക്കം. ഇതെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തലവേദനയാണ്. ഇത്തരം പ്രശ്ന കാര്യങ്ങളൊന്നും ഖത്തറിലില്ലായിരുന്നു. മാത്രമല്ല ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംഘർഷാവസ്ഥയും വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യത്തിൽ നിന്ന് ഈ മത്സരം മറ്റു രാജ്യത്തിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് പോലും ഫിഫ ടീം ആലോചിച്ചിരുന്നു എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമല്ല. അവർ നിർമ്മിക്കപ്പെട്ട ഏറ്റവും അത്യാധുനികമായിരിക്കുന്ന വിമാനങ്ങളാണെങ്കിലും മിസൈൽ സംവിധാനമാണെങ്കിലും ഒന്നും സുരക്ഷിതമല്ല. അതിനേക്കാളേറെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ കുറ്റമറ്റ പ്രതിരോധ സംവിധാനമുള്ള രാജ്യം അമേരിക്കയാണ് എന്ന് അവരും ഇസ്രായേലാണെന്ന് അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ രണ്ടിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാൻ പറയുന്നു ഞങ്ങളുടെ മിസൈലുകളാണ് അതിനേക്കാൾ വലിയ ശക്തി ഉള്ളത് എന്നുള്ളത്. നിങ്ങൾ പ്രതിരോധത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കളെയൊക്കെ അപ്പാടെ തകർത്തെറിയാൻ മാത്രം ശക്തിയും ബലവുമുള്ള മിസൈലുകൾ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉത്തരം മുട്ടിപ്പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപൂർവമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ ഒരിക്കൽ പോലും അമേരിക്ക ഇങ്ങനെ ഒരു വിമാനം അപകടം ഉണ്ടായത് അംഗീകരിക്കുക പോലുമില്ല. അവരുടെ രീതി അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പോൾ എന്ന് പറയുന്ന സമയത്ത് ആണവ ബോംബ് വാഹക തന്ത്രപ്രധാന ബോംബർ വിമാനമാണ് തകർന്നു വീണത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നെഞ്ചിനാണ് അടി കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. B-52 സ്ട്രാറ്റോ ഫോർട്രീസ് എന്ന് പറയുന്ന വിമാനമാണ് ഇവിടെ തകർച്ചയ്ക്ക് വിധേയമായത്. ഭീമൻ വിമാനങ്ങൾ തകർന്നു വീണതിൻ്റെ പുകപടലങ്ങൾ കിലോമീറ്ററോളം ദൂരത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് നിരീക്ഷകരൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തിയത്. ഏതായിരുന്നാൽ ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണമൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പുറമെ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.